കോഴിക്കോട് രാമനാട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത ഇതര സംസ്ഥാനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി കുടുംബം ആരോപിക്കുന്നു. കേസിൽ ബംഗാൾ പോലീസ് ഇടപെട്ടിരിക്കുകയാണ്. അബിന പി ചിറക്കൽ ചേരുന്നു. എപ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പെൺകുട്ടിയുടേത്? ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ മുന്നോട്ട് പോക്ക് എന്താണ്? MS ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 19-ാം തീയതിയാണ്. ഈ 19-ാം തീയതി കുട്ടി രാമനാട്ടുകരയിലെ ഒരു സ്വകാര്യ മാളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. 16 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. ഈ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുട്ടിയെ ഏകദേശം വൈകുന്നേരമാണ് ഈ പ്രതിയായിട്ടുള്ള ഒരാൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അത് ഈ CCTV ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ്. പിന്നീട് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയതിനു ശേഷം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വീട്ടുകാർക്കും അറിയുന്ന കാര്യമായിരുന്നില്ല. തുടർന്ന് ഈ പെൺകുട്ടിയെ വൈകുന്നേരവും ഏറെ സമയം ഈ കുട്ടി വീട്ടിലേക്ക് എത്തുന്ന സമയം കഴിഞ്ഞതിന് ശേഷവും കാണാത്തതിനെ തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഫറൂഖ് പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. പിറ്റേ ദിവസം 20-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ പെൺകുട്ടി വീടിന് പ്രദേശത്തെ ഒരു ഇടവഴിയിൽ നിന്ന് നടന്നു വരുന്നതാണ് പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും ബന്ധുക്കളും കാണുന്നത്. തുടർന്ന് ഈ കുട്ടി വരുന്ന സമയത്ത് കുട്ടി അവശ നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. കുട്ടിയുടെ കൈകളിൽ തന്നെ ചോര ഒലിച്ചുകൊണ്ടാണ് ഈ കുട്ടി വന്നിരുന്നത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ കുട്ടി പാതി മയക്കത്തിലായിരുന്നു. ഈ കുട്ടി ഈ സംഭവമായി പറയുന്നത് കാറിൽ 5 പേരുണ്ടായിരുന്നു എന്നും ഇതിൽ ഒരാൾ തന്നെ മയക്കി കിടത്തിയതിനു അതിനുശേഷമുള്ള കാര്യം തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. പിന്നീട് ഓർമ്മയുള്ള സമയത്ത് കുട്ടിക്ക് ശരീരമാസകലം വേദനിക്കുന്നതായിട്ടാണ് കുട്ടിക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ കുട്ടി കുടുംബത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ പോലും പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിൽ ഒരാൾ മാത്രമാണ് ഈ ഒരു കേസുമായി സംബന്ധിച്ച് അറസ്റ്റിലായിട്ടുള്ളത്. അത് ഈ CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ വാദം. എന്നാൽ ഈ വാദം തെറ്റാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതായത് പെൺകുട്ടി പറയുന്നത് 5 പേർ തന്നെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അതായത് കാറിൽ 5 പേരുണ്ടായിരുന്നു. പിന്നീട് തന്നെ മയക്കിയതിനു ശേഷമുള്ള കാര്യം തനിക്ക് ഓർമ്മയില്ല എന്നും ഓർമ്മ വന്ന സമയത്ത് തനിക്ക് ദേഹമാസകലം വേദനിക്കുന്നതായി മാത്രമാണ് ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത്. ഏതായാലും പെൺകുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ ഈ സംഭവത്തിന് ശേഷം മാതാവിന് കാണാൻ ഒരു അവസരം നൽകിയിട്ടില്ല. അനുമതി നിഷേധിക്കുന്ന തരത്തിലേക്കാണ് പോയത് എന്നുള്ളതാണ് ഈ മാതാവ് പറയുന്നത്. മാതാവ് ഇന്നും ഈ ഒരു പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ പോലീസോ ആരും തന്നെ ഇതിന് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് മാതാവ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ തന്റെ മകൾ തന്നോട് പറയും എന്നൊരു വിശ്വാസം തനിക്കുണ്ട്. പക്ഷെ ഇതിനാരും പോലീസോ അല്ലെങ്കിൽ മറ്റ് അധികൃതർ ആരും തന്നെ ഇതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മാതാവ് പറയുന്നത്. ഒരിക്കലെങ്കിലും എനിക്ക് തന്റെ മകളെ നേരിട്ടൊന്ന് കാണണം, കണ്ട് സംസാരിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു മാതാവ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ ഒരു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതുവഴി നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണവും ഇതിനോടകം കുടുംബവും അതോടൊപ്പം തന്നെ സ്ഥലത്തെ മറ്റ് പ്രാദേശിക നേതാക്കൾ അടക്കം ഇക്കാര്യത്തിൽ പ്രധാനമായും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബംഗാൾ പോലീസ് ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം 20-ാം തീയതി അറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തുകയും ഈ കേസുമായി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് ഇടപെട്ട് ഈ പോലീസിലെ ഒരു സംഭവം അറിയിച്ചതിന് ശേഷമാണ് പോലീസ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ബംഗാൾ പോലീസ് അറിയിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ബംഗാൾ പോലീസ് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഇനി എന്തായിരിക്കും മറ്റ് നടപടികൾ എന്നുള്ളതാണ് അറിയേണ്ടത്. പോലീസ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് നിലവിൽ ഒരാൾ മാത്രമാണ്. ഈ ഒരു CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ മാതാവ് കഴിഞ്ഞ ദിവസമാണ് ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തുന്നത്. മുംബൈയിലായിരുന്നു മാതാവ് ജോലി ചെയ്തു വരുന്നത്. മാതാവും അതോടൊപ്പം തന്നെ പിതാവും കഴിഞ്ഞ കുറെ കാലങ്ങളോളമായി അകന്നു കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മകൾ ഈ പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടി ഇവിടേക്ക് 1 വർഷക്കാലത്തോളമായി ഇവിടെ തന്നെ താമസിച്ചു വരികയായിരുന്നു. കോഴിക്കോട് രാമനാട്ടുകരയിൽ താമസിച്ചു വരികയായിരുന്നു. മാതാവ് മുംബൈയിൽ താമസിക്കുകയായിരുന്നു. പിതാവും മാതാവും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു. പിന്നീട് മാതാവ് ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും പെൺകുട്ടിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയെ നേരിട്ട് കാണണം, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മാതാവിന് അറിയണം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് പോലീസ് അട്ടിമറിക്കുകയാണ് എന്നുള്ളൊരു ആരോപണവും ഇതിനോടകം ഉന്നയിക്കുന്നുണ്ട്. MS ശരി, കോഴിക്കോട് രാമനാട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത ഇതര സംസ്ഥാനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി വന്നിരിക്കുകയാണ്. സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്.
ഇരയായ പെൺകുട്ടിയുടെ അമ്മയെ ആ കുട്ടിയെ കാണിക്കാൻ പോലീസ് സമ്മതിക്കുന്നില്ല. കേസിൽ ബംഗാൾ പോലീസ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.